കഴുത. പേര് കേൾക്കുമ്പോൾ തന്നെ മുഖം ചുളിയുന്നുണ്ടല്ലേ? എങ്ങനെ മുഖം ചുളിയാതിരിക്കും? ഒന്നിനും കൊള്ളാത്തവരെ കഴുതയോട് ഉപമിക്കുന്നതാണ് നമ്മുടെ പൊതുവെയുള്ള പ്രയോഗങ്ങൾ പോലും. തിരഞ്ഞെടുപ്പുകൾ ഓരോന്ന് കഴിയുമ്പോഴും പൊതുജനം കഴുതയാണെന്നും അല്ലെന്നുമൊക്കെയുള്ള അഭിപ്രായങ്ങളും ഉയരാറില്ലേ? സത്യം പറഞ്ഞാൽ ആദിമകാലം മുതൽക്കേ ഒട്ടേറെ ജീവികളെ കൂടെ കൂട്ടിയിട്ടുണ്ടെങ്കിലും നായ കഴിഞ്ഞാൽ മനുഷ്യരോട് ഏറ്റവും അടുപ്പവും ബുദ്ധിയും പ്രകടിപ്പിക്കുന്നത് കഴുതയാണ്. കാലം എത്ര കഴിഞ്ഞാലും പഴയ ഉടമയെ കണ്ടാൽ എടാ സാറേ നീയോ എന്നോർത്ത് തലയാട്ടാനുള്ള ശേഷിയും സ്നേഹവും അവയ്ക്കുണ്ട്. പക്ഷേ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം കഴുത എന്ന് വിളിക്കപ്പെടുന്നത് അപമാനകരമാണ്. ചീട്ടുകളി തോറ്റാലും കഴുതയാകും, അരസികനായാൽ മരക്കഴുതയുമാകും. കഴുത ഒരു വിഡ്ഢിത്തത്തിന്റെ പ്രതീകമായി മാറിയതിന്റെ പിന്നിലെ രഹസ്യം പോലും മനുഷ്യൻ പാടെ മറന്നിരിക്കുന്നു. സത്യത്തിൽ അത്രയ്ക്ക് മണ്ടനാണോ ഈ കഴുത? സസ്തനിയായ വളർത്തുമൃഗമാണ് കഴുത. കുതിരകളും കഴുതകളും ദശലക്ഷക്കണക്കിന് വർഷം മുൻപ് ഒരു പൊതുപൂർവികനിൽ നിന്ന് വേർതിരിഞ്ഞ് പരിണമിച്ചവരാണത്രേ. പലതരം കാലാവസ്ഥകളോടും സാഹചര്യങ്ങളോടും വേഗത്തിൽ ഇണങ്ങി ജീവിക്കാൻ കഴുതകൾക്ക് കഴിയും. അതിനാൽ മരുഭൂമിയിലെ ചൂടിലും കൊടും തണുപ്പിലുമൊക്കെ ഇവർക്ക് സഞ്ചരിക്കാൻ കഴിയും. വലിയ ഭാരങ്ങൾ ശരീരത്തിൽ വെച്ച് കെട്ടിയാലും നടന്നോളും. മേഞ്ഞ് ഭക്ഷണം കഴിക്കുന്ന മറ്റ് നാൽക്കാലികൾ അയവിറക്കാനായി ഇടയ്ക്ക് വിശ്രമിച്ച് സമയം കളയുമ്പോൾ കഴുത എല്ലാം ശടപ്പടേ എന്നാണ്. മുന്നിലെ വലിയ ചക്കപ്പല്ലുകളും വീതിയേറിയ കീഴ്ച്ചുണ്ടും കാടും പടലും വേഗത്തിൽ വായിലാക്കാനും ചവച്ചരയ്ക്കാനും ഇവയെ സഹായിക്കുന്നു. ഓരോ കഴുതയ്ക്കും പ്രത്യേകമായ ശബ്ദമുണ്ട്. 20 സെക്കൻഡ് വരെ നീളുന്നതാണവ. മരുഭൂമികളിൽ ഇവയുണ്ടാക്കുന്ന ശബ്ദം 3 കിലോമീറ്റർ അപ്പുറം വരെ കേൾക്കും. വിദൂരത്തുള്ള മറ്റ് കഴുതകളെ സാന്നിധ്യം അറിയിക്കാനും മറ്റുമായാണ് ഇങ്ങനെ ശബ്ദമുണ്ടാക്കുന്നത്. വലിയ ചെവിക്കൂടകൾ നേർത്ത ശബ്ദം പോലും പിടിച്ചെടുക്കാൻ സഹായിക്കുന്നത് കൂടാതെ കഴുതയുടെ ശരീരോഷ്മാവ് നിയന്ത്രിക്കുന്നതിനും സഹായിക്കുന്നുണ്ട്. പൊതുവെ കടുത്ത ചാരനിറവും കറുപ്പ് നിറത്തിലുമാണ് കഴുതകൾ കാണപ്പെടുന്നത്. കാട്ടുകഴുത, ഇണക്കി വളർത്തുന്ന കഴുത എന്നിങ്ങനെ 2 കഴുത ഇനങ്ങളുണ്ട്. കാട്ടുകഴുതകൾക്ക് 5 അടി വരെ ഉയരമുണ്ടാകും. സഞ്ചരിക്കുമ്പോൾ മാത്രമാണ് ഇവ സാധാരണയായി കൂട്ടമായി കാണപ്പെടുന്നത്. എന്നാൽ കുലാൻ കഴുതകൾ ഒരാൺകഴുതയും നിരവധി പെൺകഴുതകളും കുട്ടികളും അടങ്ങുന്ന കൂട്ടങ്ങളായാണ് ജീവിക്കുന്നത്. ആഫ്രിക്കൻ കാട്ടുകഴുതകളായ ഇക്വസ് ആഫ്രിക്കാനസിന്റെ പിൻഗാമികളാണ് ഇന്ന് നാം ഇണക്കി വളർത്തുന്ന കഴുതകൾ. 35 ഇഞ്ച് മുതൽ 59 ഇഞ്ച് വരെയാണ് ഇതിന്റെ ഉയരം. 12 മാസമാണ് കഴുതകളുടെ ഗർഭകാലം. കുതിരയെപ്പോലെ ഇരട്ടക്കുട്ടികളെ ഇവ പ്രസവിക്കുന്നത് തുലോം കുറവാണ്. പുല്ല്, വൈക്കോല്, പഴങ്ങൾ എന്നിവയാണ് പ്രധാന ഭക്ഷണങ്ങൾ. ആൺകഴുതയ്ക്കും പെൺകഴുതയ്ക്കും വേറെ വേറെ പേരൊന്നും മലയാളത്തിലില്ലെങ്കിലും ഇംഗ്ലീഷിൽ ആണിന് ജാക്ക് അല്ലെങ്കിൽ ജാക്കാസ് എന്നും പെണ്ണിന് ജെന്നി അല്ലെങ്കിൽ ജെനറ്റ് എന്നും പേരുണ്ട്. ആസ് എന്ന പ്രയോഗം ഇപ്പോൾ സാധാരണമല്ല. പകരം ഡോങ്കി എന്ന് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ആൺകഴുതയ്ക്ക് പെൺകുതിരയിലുണ്ടാകുന്ന കുട്ടിയെ മ്യൂൾ എന്നാണ് വിളിക്കുക. ആൺകുതിരയ്ക്ക് പെൺകഴുതയിലുണ്ടാകുന്ന കുഞ്ഞിനെ ഹിന്നി എന്നും വിളിക്കുന്നു. മ്യൂളുകളാണ് ഏറ്റവും കൂടുതൽ ഹൈബ്രിഡായി ഉണ്ടാക്കി ലോകത്തെങ്ങും ഉപയോഗിക്കുന്നത്. കുതിരയുടെ രൂപവും കഴുതയുടെ അനുസരണയുമൊക്കെ ഉള്ളതിനാൽ മ്യൂളുകൾ എന്ന കോവർ കഴുതകളാണ് ധാരാളമായി യാത്രകൾക്കും ഭാരം ചുമക്കാനുമൊക്കെ ഉപയോഗിക്കപ്പെടുന്നത്. കുതിരയ്ക്ക് 64 ക്രോമസോമുകളും കഴുതയ്ക്ക് 62 ക്രോമസോമുകളുമാണുള്ളത്. അതിനാൽ തന്നെ ഇവ ഇണചേർന്നുണ്ടാകുന്ന കുഞ്ഞുങ്ങളായ കോവർ കഴുതയ്ക്ക് 63 ക്രോമസോം മാത്രമേ ഉണ്ടാവൂ. അവയ്ക്ക് സന്താനശേഷി ഉണ്ടാവുകയുമില്ല. വരയൻ കുതിരകൾ എന്ന് വിളിക്കുന്ന സീബ്രകളുമായും ഇണചേർത്ത് കഴുതകൾക്ക് കുഞ്ഞുങ്ങളുണ്ടാകും. അവയെ സോങ്കി എന്നാണ് പറയുക. ഇന്ന് ലോകത്തെങ്ങുമായി 185-ലേറെ ബ്രീഡുകളിലായി 4 കോടിയിലേറെ കഴുതകളുണ്ട്. അവയുടെ ഭൂരിപക്ഷവും 4ാം ലോക രാജ്യങ്ങളിലാണ് ഉള്ളത്. കഴുതകളെ വിറ്റ് കാശുണ്ടാക്കുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. ചൈനയുടെ പാരമ്പര്യ മരുന്ന് നിർമ്മിക്കാനായി 10,000-കണക്കിന് കഴുതകളെയാണ് ഓരോ വർഷവും കൊല്ലുന്നത്. ചൈനക്കാർക്ക് കൊല്ലാനും കൃഷി ആവശ്യത്തിനുമായി പാകിസ്ഥാനികൾ കഴുതകളെ വളർത്തി വലുതാക്കി വിൽക്കുന്നു. ചരിത്രത്തിൽ വലിയ സ്ഥാനമാണ് കഴുതകൾക്കുള്ളത്. 5000-നും 7000-നും കൊല്ലങ്ങൾക്ക് മുൻപ് ആഫ്രിക്കയിലാണ് കഴുതകളെ ഇണക്കിയെടുക്കാനുള്ള ശ്രമങ്ങൾ
മനുഷ്യർ ആരംഭിച്ചത്. സിൽക്ക് റൂട്ടിലടക്കം ദീർഘസഞ്ചാരത്തിനായി മനുഷ്യർ ഇവയെ ഉപയോഗിച്ചിരുന്നു. പല സുപ്രധാന യുദ്ധങ്ങളിൽ പോലും മനുഷ്യന്റെ സഹായിയായിരുന്നു കഴുത. കൂടെയുള്ള മറ്റു ജീവികളുടെ സുരക്ഷയും സ്വന്തം ഉത്തരവാദിത്വമായി കരുതുന്ന ഇവയെ പണ്ട് ആട്ടിടയന്മാർ ആട്ടിൻകൂട്ടത്തിന്റെ കാവലായി വരെ ഉപയോഗിച്ചിരുന്നു. എത്രയോ മുമ്പ് നടന്ന യാത്രാവഴികൾ ഓർത്തുവെച്ച് സഞ്ചരിക്കാനാകുമെന്നതിനാൽ ദിശ തെറ്റിയ കച്ചവട സംഘങ്ങൾക്കും ഇവ വഴികാട്ടികളാവുന്നു. തന്റെ യൗവനം നിലനിർത്താൻ ഈജിപ്റ്റ് രാജ്ഞിയായ ക്ലിയോപാട്ര 700 കഴുതകളുടെ പാലിലാണ് നിത്യവും കുളിക്കാറുള്ളതെന്നത് വെറും കഥയല്ല. കാരണം ജീവകം A, B, B1, B12, C, E എന്നിവയാൽ സമ്പന്നമാണ് കഴുതപ്പാൽ. അതുകൊണ്ട് തന്നെ മികച്ച രോഗപ്രതിരോധ ശേഷി പ്രദാനം ചെയ്യുന്ന ഒന്നുകൂടിയാണിത്. മാത്രമല്ല സൗന്ദര്യവർദ്ധക വസ്തു എന്ന നിലയ്ക്കും ഇത് ഉപയോഗിക്കുന്നുണ്ട്. ചർമ്മകാന്തി വർധനവിനും വാർദ്ധക്യ സംബന്ധമായി ഉണ്ടാകുന്ന ചുളിവുകൾ ഇല്ലാതാക്കുവാനും കഴുതപ്പാലിന്റെ ഉപയോഗം നല്ലതാണ്. അതുകൊണ്ട് തന്നെ തൊട്ടാൽ പൊള്ളുന്ന വിലയാണ് കഴുതപ്പാലിന്. കഴുതപ്പാൽ പോലെ തന്നെ കഴുത ചാണകത്തിനും ആവശ്യക്കാർ ഏറെയാണ്. ഇത്രയും ഉപകാരിയായ കഴുതയെ പിന്നെ മനുഷ്യൻ നിരന്തരം അപമാനിക്കുന്നത് എന്തുകൊണ്ടാവാം? മണ്ടൻ, മടിയൻ എന്ന പേരുകളൊക്കെ ഇവയ്ക്ക് കിട്ടിയത് ഇവരുടെ പ്രത്യേകമായ അതിജീവന തന്ത്രം മൂലമാണ്. കാരണം എന്തെങ്കിലും അപകടം തോന്നിയാൽ അവ പിന്നെ മുന്നോട്ട് നടക്കില്ല. ചിലപ്പോൾ അപരിചിതരെ കണ്ടാകാം. വെള്ളമോ തീയോ പ്രത്യേക നിറമുള്ള വസ്തുവോ എന്തുമാകാം. എത്ര നിർബന്ധിച്ചാലും ഒരേ നിൽപ്പ് നിന്നുകളയും. വലിയ ചെവിക്കുടകൾ പല ദിശകളിലേക്ക് തിരിച്ച് അപായപ്പെടുത്താൻ ഏതെങ്കിലും ജീവി വരുന്നുണ്ടോ എന്ന് അവ എപ്പോഴും ജാഗ്രതപ്പെട്ട് കഴിയും. അതായത് കഴുതകളെപ്പോലെ കൂറും ബുദ്ധിയുമുള്ള ജീവിയെയാണ് ബുദ്ധിമാനെന്ന് സ്വയം നടിക്കുന്ന മനുഷ്യർ കളിയാക്കാനായി ഉപയോഗിക്കുന്നത്. കഴുത അന്നും ഇന്നും അവഹേളനത്തിന്റെ പ്രതിരൂപമായി നിലകൊള്ളുന്നു. പരിഹാസരൂപേണ ഒരാളെ കഴുത എന്ന് അഭിസംബോധന ചെയ്യുമ്പോൾ നിങ്ങൾ ഓർക്കുക, കഴുതയെപ്പോലെ ഉപകാരിയായ ഒരു മൃഗം വേറെയില്ലെന്ന്.